ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അമ്മ ഇന്നലെ ശബരിമലയ്ക്ക് പോയി ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ഇന്നലെ ഹാളിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അമ്മ ശരിക്കും സ്വാമി റൂമിലാണ് ഇത്രയും ദിവസം കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ എൻ്റെ ഒപ്പം കിടന്നതാണ്. ഞാൻ ഹാളിലാട്ടോ പൊതുവേ കിടക്കാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതൊക്കെ ഇന്നലത്തോടെ തീർന്നല്ലോ. ആ ഒരു സമാധാനത്തിൽ ഞാനും അമ്മ 8 മണി വരെ കിടന്നുറങ്ങി കേട്ടോ. 8 മണിക്ക് വെയിൽ വന്നിട്ടാണ് ഞങ്ങൾ രണ്ടും നീക്കണത്. എന്നിട്ട് പിന്നെ എണീറ്റ് നമ്മൾ ബെഡ് വിരിച്ചതും പുതച്ചതും പിന്നെ നമുക്ക് തലയണമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തലയ്ക്ക് വെക്കണതും എല്ലാം ഒക്കെ ഒന്ന് മടക്കി വെച്ച് കടക്കൊക്കെ എടുത്ത് ശരിക്ക് വെക്കാൻ കേട്ടോ. അമ്മ എന്തെത്താണ് ഈ ഫോണിൽ കാണുന്നത് എനിക്കൊരു പിടിയില്ല. ഇതെന്തോ കളയാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ആ സംഭവം ഞാൻ കാണുന്നത്. എന്താ അറിയില്ല. പിന്നെ നമ്മൾ പല്ല് തേക്കാൻ പുറത്തിറങ്ങിയപ്പോൾ അയൽവാസിനെ കണ്ടു. ഇത്രയും ദിവസം ഞാൻ അവിടെ വന്നിട്ട് അവൾ ഇപ്പോഴാണ് എന്നെ കാണുന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ ഇത്രയും ദിവസം അമ്മ പോയപ്പോൾ തൊട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. ഇപ്പോഴാണ് അമ്മ വന്നത്. അപ്പോൾ അമ്മ വരുമ്പോൾ മാത്രമേ ഞാൻ പുറത്തിറങ്ങും. ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെ വീടിനുള്ളിൽ തന്നെ നമ്മൾ റീൽസൊക്കെ കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരിക്കും. അങ്ങനെ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ അകത്ത് കയറി നമ്മൾ ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പൊട്ടിക്കാൻ നിന്ന് കേട്ടോ. നമ്മുടെ മെയിൻ സംഭവം അമ്മ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണ് ശബരിമലയിൽ പോക്ക് തുടങ്ങിയത്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഈ കൊണ്ടുവരുന്ന സാധനമൊക്കെ ഭയങ്കര രസമല്ലേ. അതൊരു വലിയ എന്തോ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നേ നോക്കാം. 2 വണ്ടികൾ, അമ്മൻ്റെ പേരക്കിടാങ്ങൾക്ക് വണ്ടി, ചെണ്ട മൃദംഗം. അതിൻ്റെ പുറകിലിരിക്കുന്നത് അനിയനാണ് കേട്ടോ. അതായത് ചെറിയച്ഛൻ്റെ മോന്. പിന്നെ ഈ കുപ്പിവള അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ. അതൊക്കെ എനിക്ക് നൊസ്റ്റു ഭയങ്കര. അമ്മ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും കുറേ കമ്മൽ കൊണ്ടും. അമ്മയ്ക്ക് പേരക്കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കുറേ പെൺകുട്ടികളുണ്ടാവും. പിന്നെ എല്ലാവർക്കും കമ്മൽ കൊണ്ടും. അങ്ങനെ കുറേ കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതങ്ങനെ തൂക്കിയിടുന്നതും പിന്നെന്താ സ്റ്റഡ് അധികം കൊടുത്തിട്ടില്ല കേട്ടോ. എന്താ പറയുക, നല്ല രസമല്ല കമ്മലിട്ട്. ഇതിൻ്റെ തന്നെ ഒരു 2-3 കളറുണ്ട് കേട്ടോ. ഇത് ഒരു ഗ്രീന്, പർപ്പിള്, പിന്നെ എന്തുമായിരുന്നു വേറെ കളർ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3 ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റഡ്, പിന്നെ ഈ ഞാഞ്ഞൊരു പോലത്തെ സാധനം കേട്ടോ. ഇത് നല്ല രസമാട്ടോ. കാരണം ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എടുത്തിട്ടോ. ഇത് അമ്മ ഇഷ്ടപ്പെട്ടത്. അമ്മ ഇപ്പം എന്താ പറയുക, ഞാനാണ് എല്ലാ കാര്യങ്ങളും നോക്കണത്. അതായത് ഇപ്പം ഈ സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കണത്. അപ്പോൾ ഞാനൊന്നും മാറ്റി വയ്ക്കില്ല. കാരണം അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, അവൾക്ക് ഇഷ്ടമല്ലാതെ അവൾ മാറ്റി വെച്ചു എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റി വയ്ക്കില്ല. അമ്മ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തരും, അത് ഞാൻ വാങ്ങിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം കമ്മലിൻ്റെ സെക്ഷന് അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് മറ്റേ ഹെയർ ക്ലിപ്പാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. കണ്ണടൊക്കെ വെച്ചൊരാൾ അത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായത്. കുഞ്ഞുകുട്ടികളാണെങ്കിൽ കുറേ ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ കുഞ്ഞു വള, അത് ഭയങ്കര രസമായിട്ടോ. ഇതേപോലെ വേറെ ഒരു കുഞ്ഞു വള ഒരു സെറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്രാബ്, പിന്നെ എന്തിനാ വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. ശബരിമലയിൽ പോയി പിന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നിക്കണം അമ്മേൻ്റെ ഭഗവാനെ. പിന്നെ ഈ ഒരു സാധനം, അത് വല്ലാത്ത നൊസ്റ്റു. 90 കിഡ്സിനൊക്കെ അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഞാനൊക്കെ എത്ര തലയിൽ വെച്ച് നടന്നിട്ടുണ്ട് അറിയോ ഈ പൂമ്പാറ്റേനെ. പിന്നെ എന്തായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് അമ്മായിമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റ് മാല അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാവർക്കും ഓരോന്നും ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇതെന്തോ അതിൽ ഇത് അമ്മയ്ക്ക് ഭയങ്കര തണുപ്പല്ലായിരുന്നു. അപ്പോൾ അമ്മ തണുക്കാതിരിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അതാർക്കും കൊടുക്കുന്നില്ല കേട്ടോ. അമ്മയ്ക്കുള്ളതാണ് സ്വന്തം. പിന്നെ ഈ 2 ഇതെന്താണ്, ഫ്ലവറിൻ്റെ അത് ക്രാബ്, യെസ്. പിന്നെ ഈ 2 സ്ക്രഞ്ച് പോലത്തെ 2 സാധനം. ഇതൊക്കെ പിള്ളേർക്കാണ്, നമുക്കൊന്നുമില്ലടേ. കമ്മൽ മാത്രമേ ഉള്ളൂ നമുക്കിട്ടെ, വേറെ ഒന്നും നമുക്കില്ല. മുടിയില്ലാത്ത ഫാമിലിക്ക് അലാക്കിൻ്റെ ഒരു ക്രാബും വാങ്ങിച്ച് വന്നിക്കണം. ആർക്കാണെന്നറിയില്ല. ഇത് കുഞ്ഞുകുട്ടിക്ക്, ഇതും കുഞ്ഞുകുട്ടിക്ക്, എല്ലാം കുഞ്ഞുകുട്ടിക്ക്. പിന്നെ ഈ ഒരു അതും എൻ്റെ കയ്യിലാണ് കേട്ടോ. പിന്നെ ഇത് ക്രാബ് വീണ്ടും ഇതന്നെ, അതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ. പിന്നെ ഇതൊരു ക്ലിപ്പ്, ഇതൊക്കെ ആർക്കാന്നൊരു പിടിയില്ല. പിന്നെ ഇത് കുഞ്ഞുകുട്ടിക്ക്, ഇതും കുഞ്ഞുകുട്ടിക്ക്. അപ്പോൾ ഇത് എത്രയും സാധനങ്ങളാണ്. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ അമ്മ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. കളിപ്പാട്ടായിട്ടും ഫാൻസി ഐറ്റംസ് ആയിട്ടും. പിന്നെ അമ്മ പ്രസാദം ഓരോ വാഴൻ്റെ ഇലയിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. കാരണം നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും അമ്മായിമാർക്കും അയൽവാസികൾക്കും കൊടുക്കട്ടെ. പിന്നെ തുണികളൊന്നും പ്രശ്നമാക്കണ്ട, നമുക്ക് അലക്കല്ലതാണ് കേട്ടോ അതൊക്കെ.
അപ്പോൾ ഇന്ന് അലക്കാടണം. അപ്പോൾ ഞങ്ങൾ ഇത് കൊണ്ടു കൊടുത്തിട്ട് വേണം അലക്കാടണം. അപ്പോൾ നമ്മൾ എല്ലായിടത്തും കൊണ്ടു കൊടുത്ത അയൽവാസികൾക്കും പിന്നെ അമ്മയുടെ വീട്ടിലും ചെറിയച്ഛൻ്റെ വീട്ടിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ അപ്പുറത്താഴത്ത് വീട്ടിൽ പോയപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയേക്കാണ്ട് നമുക്കൊന്ന് സ്ഥലം വരെ പോവാണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം, ഒരു സ്ഥലം വരെ നല്ല ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഒക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കുകയാണ്. പിന്നെ എപ്പോഴാണ് വരികയെന്നൊരു പിടിയിൽ, ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വൃത്തി മെനക്കൊക്കെ ആക്കിയിട്ട് പോകാൻ നേടി വന്നാൽ പിന്നെ നമുക്കൊന്നിനും പറ്റത്തില്ല, അത്രയും ക്ഷീണമാവും. ഒരു ദിവസം മെനക്കെട്ട അത് ഒടുക്കത്. എനിക്കാണെങ്കിൽ ഒക്കെ ഒരു ബസ്സിൽ യാത്ര ചെയ്ത് എനിക്ക് പിന്നെ ഒരു ദിവസം കിടന്നുറങ്ങിയാൽ എൻ്റെ ക്ഷീണം മാറുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഇത് വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഒക്കെ റെഡിയാക്കി വയ്ക്കുകയാണ്. എനിക്ക് ഭയങ്കര ജലദോഷമാണ്. അതാണ് ഈ സൗണ്ടൊക്കെ കേൾക്കും, ജസ്റ്റ് മുക്കൊലിപ്പ്. അയ്യോ, ശ്വാസം കിട്ടില്ല, കുറേ നേരം സംസാരിക്കാൻ നമുക്ക് ശ്വാസം കിട്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാലാവസ്ഥ പറഞ്ഞാൽ മുടിഞ്ഞ കാലാവസ്ഥയല്ലേ. ഇത് കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ഉണ്ടോ, എഡിറ്റ് ചെയ്യാനും എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര ഈ ജലദോഷ പനിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും പറ്റിയിട്ടല്ല ചെയ്യുന്നത്, കുറേ ആയി വീഡിയോ കിടക്കുന്നു, വീഡിയോ ഇട്ടിട്ട് കുറച്ചായി. അപ്പം അങ്ങനെ എഡിറ്റ് ചെയ്ത കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ നമുക്ക് പൈപ്പ് വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പഞ്ചായത്ത് വെള്ളം വരും, പക്ഷേ അത് 1.5 വരത്തുള്ളൂ, അത് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ആ വെള്ളം കിട്ടുന്നില്ല. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ടാണ് എല്ലാ കാര്യത്തിനും എടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ സീനുണ്ട്, സങ്കടകരമാണ്. ജീവിക്കാൻ വലിയ പാടാണ് അവിടെ ഉള്ളത്. പിന്നെ ഞാനും അമ്മയും കറുപ്പൊക്കെ ഇട്ട് ഹോസ്പിറ്റലിൽ പോകണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ, ടാറ്റാ.